നമസ്കാരം, എല്ലാവർക്കും ഷെർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ എന്നൊക്കെ പറയുന്നത് ഒരു തണുപ്പിൻ്റെയും മഞ്ഞിൻ്റെയും സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക് ബോഡിക്കൊരു നല്ല എനർജി ബൂസ്റ്റർ കൂടിയാണ്. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നാൽ ഇങ്ങനെ 4 മണിക്കൊക്കെ നമുക്കൊരു ചോക്ലേറ്റ് ഡ്രിങ്കൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുത്ത് അവരെ ഞെട്ടിക്കാം. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്കിതൊരു ഭയങ്കര രസമായിരിക്കും. നമ്മളിത് ക്രിസ്മസ് സീസണായിട്ടൊന്ന് സ്പെഷ്യലാക്കി അതിനെ ഒരു റെഡും ഗ്രീനും ഒക്കെ കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ ഇട്ടൊന്ന് മനോഹരമാക്കിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം ഇത്. ഇനി എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും പരിഗണിക്കണം. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ തരാനും നിങ്ങൾ മടിക്കരുത്. അപ്പം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഉറപ്പായിട്ടും ചോക്ലേറ്റ് ഡ്രിങ്ക് ആകുമ്പോൾ നമുക്ക് ചോക്ലേറ്റ് ആണ് ആവശ്യം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിലും പ്രശ്നമില്ല. എൻ്റെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോക്ലേറ്റ് ചിപ്സ് എടുക്കുന്നത്. പിന്നീട് നമുക്ക് പാലാണ് ആവശ്യം. ഇത് നമ്മുടെ സാധാരണ പാലാണ്. നിങ്ങൾക്ക് ഒരുപാട് ഫാറ്റൊന്നും ആവശ്യമില്ലെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് അലങ്കരിക്കാൻ വേണ്ടി കുറച്ച് ഫ്രഷ് ക്രീം ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് കുറച്ച് അലങ്കാരത്തിന് വേണ്ടി നിങ്ങൾക്ക് ട്യൂട്ടി ഫ്രൂട്ടി റെഡും ഗ്രീനുമായിട്ടുള്ളത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ കുറച്ച് കേക്കിലൊക്കെ ഇടുന്ന സ്പ്രിങ്കിൾസ് ഉണ്ട്, അതിൽ നിന്ന് ഞാൻ റെഡും ഗ്രീനും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണിത്. പിന്നീട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ഞാൻ എൻ്റെ കയ്യിൽ ക്യാരാമൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ക്യാരാമലാണ് ചേർക്കുന്നത്. അത് കയ്യിലില്ലെങ്കിൽ സാരമില്ല, നോർമൽ ചേർത്താലും മതി. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. ഇനി നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്കൊരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ചോക്ലേറ്റ് ചിപ്സാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ചിപ്സ് ഇല്ലെങ്കിൽ ചോക്ലേറ്റ് വാങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാലും മതി. ഈ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സാണ് ഞാനിന്ന് യൂസ് ചെയ്തേക്കുന്നത്. അതിന് അധികം മധുരമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ലൂസായിട്ട് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പാല് ചേർക്കാം. ഇതെന്തായാലും ഈ ഡ്രിങ്ക് ഒരു 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പം ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് സൈഡൊക്കെ. നമ്മളിതിൽ വേറെ മധുരമൊന്നും ചേർത്തിട്ടില്ല. പകരം ഇപ്പോൾ ചേർക്കുന്നത് ഒരു 3/4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ്. ഇത് ക്യാരാമൽ മിൽക്ക് മെയ്ഡാണ്. ക്യാരാമലും ചോക്ലേറ്റും കൂടെ നല്ലതുപോലെ ചേർന്ന് പൊക്കോളും. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നോർമൽ ചേർത്ത് കൊടുത്താലും മതി. ഇത് ചേർത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക്. മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഡ്രിങ്കിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. ഇനി ഇതിലേക്ക് വാനില എസൻസിൽ നിന്ന് ഒരു 1-2 തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് എസൻസ് കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു 2 തുള്ളി ചേർക്കാം. ഇത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. പക്ഷേ ഈ എസൻസ് ഇതിലേക്ക് ചേർക്കുമ്പോൾ നമ്മുടെ ഡ്രിങ്കിന് നല്ല ഒരു രുചിയും മണവും കുറച്ചും കൂടി കൂടും. ഡ്രിങ്ക് നല്ലതുപോലെ തിളച്ചു. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 1 മിനിറ്റും കൂടെ ഒന്ന് നല്ലതുപോലെ ഇളക്കാം. അപ്പോൾ അത് ചെറുതായിട്ടൊന്നൊരു കുറുകിയ പോലെ വരും. അത് മാത്രം മതി, ഒരുപാട് കുറുകണ്ട. നമ്മുടെ ഡ്രിങ്ക് ശരിക്കും റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. ക്രിസ്മസ് സ്പെഷ്യലാണ്, വല്ല ഗസ്റ്റ് ഉണ്ട്, നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു പുതുമയൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മളിതൊരു ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് വലിയ കടകളിലൊക്കെ പോയിട്ട് ഈ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങി കുടിക്കുവാണെങ്കിൽ അവർ അതിൻ്റെ മുകളിൽ ക്രീം ആഡ് ചെയ്തിട്ടാണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. ഈ സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണലാണ്, വേണമെന്ന് ഒരു നിർബന്ധമില്ല. എൻ്റെ കയ്യിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ബാലൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വിപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നീട് തീർച്ചയായിട്ടും ഗസ്റ്റും കുട്ടികളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നമ്മളിങ്ങനെ ചെയ്യുന്നതിലൊരു കുഴപ്പമില്ല. എസ്പെഷ്യലി ഇതിപ്പം ക്രിസ്മസ് സീസണാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് സ്പ്രിങ്കിൾസ് വേണമെങ്കിലും ഇടാം, ട്യൂട്ടി ഫ്രൂട്ടി വേണമെങ്കിലും ഇടാം. എൻ്റെ കയ്യിൽ കുറച്ച് റെഡ് ആൻഡ് ഗ്രീൻ കളറിലെ സ്പ്രിങ്കിൾസ് ഉണ്ട്, അപ്പോൾ അത് ഞാനൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം ഈ ക്രിസ്മസ് ടൈമിൽ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.